ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മെറി ക്രിസ്മസ് ടു ഓൾ. സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ, മനുഷ്യപുത്രൻ മണ്ണിൽ വന്നല്ലോ. ഹാലലൂയ. ഒത്തുചേർന്നു പാടിയിടാം, സ്വസ്ത്രഗീതം പാടിയിടാം, സർവേശൻ മണ്ണിൽ വന്നല്ലോ. എടാ ഞാൻ പിന്നെ വിളിക്കാം. എടാ നീയാ? അതെ ഞാൻ തന്നെ. ഈ കോലത്തിൽ എന്നെ കണ്ട സാറ് മുങ്ങില്ലല്ലോ. എടാ ഞാൻ ഓൾറെഡി തിരക്കിലാ. സാർ ഈ കഥ കേട്ടിട്ട് മറുപടി പറയും, സാറിനിത് ഇഷ്ടപ്പെടും. എടാ നിന്റെ കഥകൾക്കൊന്നും മെസ്സേജ് ഇല്ല, അതാ. ഇതിലൊരുപാട് മെസ്സേജ് ഉണ്ട്, സാറിത് കേട്ടു നോക്ക്. ഞാൻ കേൾക്കാം, പക്ഷെ ഇതിലൊരു വേഷം ഞാൻ ചെയ്യും. അത് വേണ? ഓക്കെ ആണെങ്കിൽ മതി. എന്നാ ഓക്കെ. എന്നാവാ. കുട്ടപ്പേട്ടൻ്റെ ഒരു മകനാണ് സന്തോഷ്. പേര് സന്തോഷം എന്നാണെങ്കിലും അവനിപ്പോൾ സന്തോഷമൊന്നുമില്ല. അതെന്താ? വയസ്സ് 35 കഴിഞ്ഞതുകൊണ്ടും പെയിന്റ് പണിക്കാരനായതുകൊണ്ടും പെണ്ണ് കിട്ടാനില്ല. അതാണോ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? സാറിന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് സാറിന് അതൊരു പ്രശ്നമല്ല, പക്ഷെ അവനതൊരു പ്രശ്നം. അവന്റെ മാത്രമല്ല, കേരളവും ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാണ്. ഓക്കെ വാട്ട്സ് നെക്സ്റ്റ്? പണി കഴിഞ്ഞ് രാത്രിയിൽ കുട്ടപ്പേട്ടൻ വീട്ടിൽ വന്നപ്പോൾ സന്തോഷിന്റെ പഠിത്തം കണ്ട് ഞെട്ടിപ്പോയി. അതെന്തിനാ ഞെട്ടിയത്? സാറ് വിഷ്വലൈസേഷൻ ചെയ്യുന്നേ, എന്നാലല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. നിന്റെ പേര് എന്ത്? ഉങ്ക പേര് എന്നാ? ഉങ്ക പേര് എന്നാ? നിന്റെ പേര് എന്ത്? നീ പേര് എമ്മട്ടി. നിന്റെ പേര് എന്ത്? നീമ എസരേണു. നീമ എസരേണു. നിന്റെ പേര് എന്ത്? തമാരു നാം സൂച്ചെ. തമാരു നാം സൂച്ചെ. അല്ല മോനെ, നിനക്ക് ഭ്രാന്തായതല്ലച്ചാ, ഭാഷ പഠിക്കണതാ. ഇത് ഏത് ഭാഷയുണ്ടത്? ഇത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി. ഇതൊക്കെ എന്തിനാ നീ പഠിക്കണേ? കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടാനില്ലോ, അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നോക്കാന്ന് വിചാരിച്ചു. അതെങ്ങനെ? തമിഴ്നാട്ടിലൊരു സുഹൃത്തുണ്ട്, ആളുടെ കൂടെ 2-3 മാസം പെയിന്റ് പണിക്ക് കൂടും. അത് കഴിഞ്ഞാൽ തെലുങ്ക് നാട്ടില്, അത് കഴിഞ്ഞാൽ പിന്നെ കന്നഡ, ഗുജറാത്ത്, അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുമ്പോ നിങ്ങൾക്കൊരു മരുമോളുണ്ടാവും. അത് കൊള്ളാലോ, നല്ല ഐഡിയ. എന്നാ നീ പുറപ്പെടണേ? നാളെ തന്നെ. അപ്പൊ ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എന്തിനാടാ ഇവിടെ പേര് എഴുതി കാണിക്കണേ? നമ്മുടെ ഒപ്പം കഷ്ടപ്പെട്ടവരെ പ്രേക്ഷകർ ശ്രദ്ധിച്ചോട്ടെ എന്ന് വെച്ചിട്ടാ. ഓ അങ്ങനെ. എന്നാ അടുത്ത സീൻ പറ. അച്ഛ എന്നെ അനുഗ്രഹിക്കണം. പോയി അംഗം ജയിച്ചു വാ. ശരി അച്ഛ. ടാറ്റ. ചേട്ടാ ഒരു പുസ്തകം എടുക്കും. വേണ്ട, ഞാനിപ്പോ ഇത്തിരി തിരക്കില്ല. പ്ലീസ് ചേട്ടാ. വേണ്ട. നല്ല ബുക്ക് ചേട്ടാ. വേണ്ട, ഞാനിപ്പോ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല, അതുകൊണ്ടാ. വേണ്ടാഞ്ഞിട്ടാ. ശരി ശരി ശരി. മോനെ പുസ്തകം വേണോ? വേണ്ട ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ല. വാങ്ങിക്കും മോനെ. വേണ്ട ചേട്ടാ, ഇത് യുവജനങ്ങൾ വായിക്കേണ്ട ലഘു നോവലാ. തന്നോടല്ല വേണ്ടെന്ന് പറഞ്ഞ. ആവശ്യമുള്ള വല്ല സാധനങ്ങൾ അണിച്ചില്ലേ മൊബൈലിൽ ഇട്ടിയോളും. ചേട്ടനൊന്ന് പോയേ. ഓ ആയിക്കോട്ടെ. ചേട്ടാ നല്ലൊരു പുസ്തകമുണ്ട്, വെറും 50 രൂപയുള്ളൂ. എടുക്കട്ടെ? കൊള്ളാലോ. താനാണോ ഇത് എഴുതിയത്? ഞാനല്ല, പുതിയ ആളാ. ഞാൻ ഫ്രീ ടൈമിൽ ഇങ്ങനെ ഇറങ്ങും. ഓക്കെ, ഒരെണ്ണെടുത്തോ. രണ്ടെണ്ണായാലോ? വേണ്ട, ഒന്ന് മതി. വീട്ടുകാരെല്ലാവരും വായിച്ചോളും. അപ്പോൾ വായിച്ചിട്ട് പറയും. എന്തായാലും ഈ കൃഷി പരിപാടി നടക്കട്ടെ. ശരി, ഓക്കെ. ഓക്കെ. ഹലോ നിതീഷേ, എൻ്റെ പുള്ളിക്കാരി അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്താ? രാവിലെ പള്ളിക്കാന്ന് പറഞ്ഞ് പോയതാ, വരേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ പുള്ളിക്കാരിയും പോയിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെ പരിപാടികളുണ്ടെന്നാണ് കേട്ടത്. വന്നാൽ ഞാൻ വിളിക്കാം. ശരിടാ. ശരി ശരി ശരി. എന്നെ അന്വേഷിക്കേണ്ട,
ഞാൻ മറ്റൊരുത്തൻ്റെ ഒപ്പം പോകുന്നു. ഗുഡ് ബൈ. The number you are trying to call is currently not reachable. Please try again later. എടി ഞാൻ ബിസിനസ്സിന് തിരക്കില്ല, നീ പിന്നെ വിളിക്കേ. ചേട്ടൻ എന്നെ കേൾക്കാൻ നേരല്ല അല്ലേ? തിരക്കോടെ തിരക്ക്. ശരി. നിനക്കറിയാലോ, എല്ലാം അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. എനിക്കവളെ തിരിച്ചു വേണം. ഹലോ, എന്താണ് പുള്ളിക്കാരനായിട്ടൊരു സംസാരം? എനി പ്രോബ്ലം? ഏയ്, മനസ്സിലായില്ല. ഇല്ല, നിങ്ങളുടെ അയൽവാസി. ഓ, വർഗീസേട്ടൻ്റെ ദുബായിലുള്ള മോൻ പോള്. ആ, ഓക്കെ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് അധികമായിട്ടില്ലല്ലോ. ഓ, വർഗീസേട്ടൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടല്ലേ? മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും മാറ്റുന്നതും പരദേശിയെ സ്വീകരിക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും രോഗിയെയും ജയിൽവാസിയെയും സന്ദർശിക്കുന്നതും അങ്ങനെ എല്ലാം അറിയാറുണ്ട്. അങ്ങനെയുള്ളവർക്കല്ലേ സ്വർഗം ലഭിക്കുന്നത്? തീർച്ചയായും അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലല്ലേ യേശു ജനിക്കുന്നത്. അവർക്ക് എന്നും ക്രിസ്മസ് ആയിരിക്കും. അപ്പം ഞാൻ വരട്ടെ. ചേച്ചി വരുമ്പോൾ എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. ഹലോ. ഹലോ, എൻ്റെ പുള്ളിക്കാരത്ത് എത്തിയിട്ടാ. എൻ്റെ ആളെ കണ്ടില്ല എന്നാ പറഞ്ഞേ. അവള് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. ശരിടാ, ഓക്കെ. ആ, ഓക്കെ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, പറഞ്ഞ മതി. ആശാനെ, അവളെ ക്ലോറോഫോം മണിപ്പിച്ചാ? ഏയ്, ക്ലോറോഫോം മണപ്പിനി ഒന്നുമില്ല. അവളെന്നെ കണ്ട വശം ബോധം പോയി. ആശാന്റെ കോലം കണ്ടാൽ തന്നെ അവളുടെ ബോധം പോവുമല്ലോ. അതിന് നമ്മൾ ആക്കിയാണല്ല. ഏയ്, ഞാനേ വാചകടിച്ചിട്ടാ. അതൊരു കഴിവല്ലേ? ആശാന്റെ വാട്സപ്പ് ഡിബിയിൽ സുന്ദരനായ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവുമല്ലോ. അത് നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ. അതേ, നീ അവളെ നോക്കിക്കോളോ. ഞാൻ പോയി സൈറ്റിനോട്ട് വരാം. ഇന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കടത്തണം. ഞാൻ ഒറ്റയ്ക്കാ. എന്താ പേടിണ്ട? ഒരു ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം നല്ലതാ, പക്ഷെ ആക്രാന്തം കാണിക്കരുത്. ഏയ്, ആശാനെ അറിയാലോ. അതുകൊണ്ടാ പറഞ്ഞേ. ചേട്ടാ, മറ്റേ കരോളുണ്ട് തൊപ്പി. യൂണിറ്റിന്റെ കരോൾ ഇറങ്ങുന്ന സമയമായേ. ആരാ? മനസ്സിലായില്ല. ഞാൻ നമ്മുടെ അയൽവാസി വർഗീസേട്ടൻ്റെ മോൻ പോള്, ദുബായിലുള്ളത്. അപ്പോ അത് ചേട്ടാ ചേട്ടാ, കരോളുണ്ട് തൊപ്പി. ഇല്ല. ഇല്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് വിശുദ്ധാരി പിന്നെ പരിചയപ്പെടാം. ആ, ഇപ്പോൾ അല്പം തിരക്കണ്ടേ. ഹലോ, നീ എവിടെയാ? ചേട്ടനോട് ക്ഷമിക്കണം. അതൊന്നും സാരില്ല. നീ എവിടെയാ നിൽക്കണേ? സെന്റ് മേരീസ് ചർച്ചിനടുത്തുള്ള വീട്ടിലുണ്ട്. ആ, എങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നു. ഒരു 5 മിനിറ്റ്, ഞാൻ അപ്പോഴേക്കും അവിടെ എത്താം. സാറേ, സാറേ, ആ, സംഭവം എങ്ങനെയുണ്ട്? സംഭവം കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലൈമാക്സ് ഒന്ന് ഉഷാറാക്കേണ്ടി വരും. ക്ലൈമാക്സ് പ്രേക്ഷകർ ഉഷാറാക്കിക്കോളും. അത് അവർക്ക് വിട്ടേക്ക്. ശരിക്കും? ആ, എന്നാ ഓക്കെ.